ഹായ്, കുറേ നാളായി വീഡിയോയിലൊക്കെ വന്നിട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഞാൻ എറണാകുളത്തായിരുന്നു. ഇപ്പം സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട? മൈക്കൊന്നുമില്ല, കിളികളുടെ സൗണ്ടും എല്ലാം ഉണ്ട് ഇവിടെ. എറണാകുളത്തായിരുന്നു, ഇപ്പം കോട്ടയത്താണ്, കുറവലങ്ങാട്. ഇതാണ് ഇപ്പോൾ താമസിക്കുന്ന വീട്, വാടകയ്ക്കാണ്. ചെറിയൊരു ഓടും വരെയാണ്, പഴയൊരു തറവാടാണിത്. തത്തമ്മയൊക്കെ ഉണ്ട്, 2 പൂച്ചക്കുട്ടിയുണ്ട്, പട്ടിക്കുട്ടിയുണ്ട്. തത്തമ്മയാണ്. അനിയൻ അങ്ങോട്ട് പോയി, തത്തമ്മക്ക് മുളക് കൊടുത്തുകൊണ്ട് അനിയൻ അങ്ങോട്ട് ഓടിക്കളഞ്ഞു. കണ്ട ഞങ്ങളുടെ തത്തമ്മ മുളക് കൊടുക്കുമ്പോൾ താഴ്ത്തിടുവാൻ. കണ്ട കുറുമ്പാണ്, കുറുമ്പ്, ഭയങ്കര കുറുമ്പാണ്. ഇതാണ് എൻ്റെ വീട്. അല്ല, എനിക്ക് വയ്യായിരുന്നു, പാടില്ലാതെയൊക്കെ ഇരിക്കുകയായിരുന്നു, സർജറിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അല്ലെങ്കിൽ ഡാൻസൊക്കെ കളിച്ച് ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും വീഡിയോ ഒക്കെ ഇടുന്നതാണ്. ഇപ്പോൾ പാടില്ലാത്തവരുണ്ട്, വീഡിയോ ഒന്നും ഇടാത്തതാണ്. ഒരനിയൻ നിൽക്കണം, മേലോട്ട് നോക്കിയിരിക്കണം ഒരനിയൻ. എനിക്ക് 2 അനിയന്മാരും കൊച്ചാണ് വീഡിയോ പിടിക്കണേ. വെയിൽ വാ. കുറേ പറമ്പുണ്ട് ഇവിടെ. റബ്ബർ തോട്ടവും ഇവിടേക്കാം, റബ്ബർ തോട്ടവും ഇവിടേക്കാം. ഇവിടെയൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്, നല്ല രസമാണ് കാണാനായിട്ട്. കുറേ പറമ്പൊക്കെ ഉണ്ട് ഇവിടെ, കുറേ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയ്യാത്തവരുണ്ട്, ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല, പാടില്ല. വയ്യാതെ സർജറി കഴിഞ്ഞിട്ടിപ്പോൾ 5-6 മാസമായിട്ടുള്ളൂ. ലൈഫ് ടൈം ട്യൂബ് ഇട്ടേക്കാണ് തലയിൽ, സർജറി കഴിഞ്ഞിട്ടേ. ബ്രെയിനിൽ രക്തക്കുഴൽ ചുരുങ്ങിയിട്ട് മിക്ക എൻ്റെ ഫ്രണ്ട്സിന്, ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാ ഫ്രണ്ട്സിനും അറിയാം ട്യൂബ് ഇട്ടേക്കുന്നത്. അതിനുശേഷം മരുന്ന് കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഇപ്പോൾ വേറെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷുഗർ, അങ്ങനെ ഒത്തിരി വയ്യാതിരിക്കുകയാണ് ഇപ്പം ആകെ. പിന്നെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. കൊച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്, എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം. വേറെ ആരും എഡിറ്റിങ്ങും ചെയ്യാനോ ഒന്നുമില്ല. ഞങ്ങൾക്ക് പിന്നെ ചെറിയൊരു ഫോണാണ്, ആ ഫോണിലാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ സ്പീക്കർ അങ്ങനെ ഒന്നുമില്ല, മൈക്ക് അങ്ങനെ ഒന്നും സാധനങ്ങളൊന്നുമില്ല. ഉള്ളതിൽ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അനിയന്മാരും 2 അനിയന്മാരാണ്. അനിയന്മാർ ഓഫനേജിലായിരുന്നു വളർന്നതൊക്കെ, അച്ഛനമ്മയൊന്നുമില്ല, ഓഫനേജിലാണ് അവർ വളർന്നത്. അവരൊക്കെ നിർബന്ധിച്ചിട്ട് ഇപ്പം എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട, ജോലിയൊന്നും ചെയ്യാൻ പറ്റൂലേ, വയ്യാത്തവരുണ്ട്. വെറുതെ ഇങ്ങനെ ഇരിപ്പും കിടപ്പും ഒക്കെ തന്നെയാണ്. പിന്നെ വ്യായാമമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേലെ നീനാണെങ്കിലേ അന്നുണ്ട്, അവിടെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവനാണ് ഇൻസുലിൻ കുത്തുന്നതും എല്ലാം. വീടിൻ്റെ പ്രവേശനമാണ്, നല്ല ഇതാണ്. ഇവിടെ കുറേ കപ്പ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് കപ്പയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു.
ഇപ്പം പറിച്ച് പിന്നെ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം പറിച്ച്. പിന്നെ ഞങ്ങൾ അവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കുറവലങ്ങാട് വന്നത്. എന്നാ സൗണ്ട് കേൾക്കാൻ പറ്റണ്ടെന്ന് അറിയില്ല കേട്ടോ. ശരിക്കും കേൾക്കാൻ പറ്റുമോ, ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമോ എന്ന് അറിയില്ല.